ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലൻ റെസിപ്പിയാണ്. നല്ല നാടൻ മാങ്ങാച്ചാറാണ്. നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു നാടൻ മാങ്ങാച്ചാർ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മാങ്ങാച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ മാങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായിട്ട് ആവുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയ ശേഷം ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാങ്ങയിൽ ഉപ്പ് പുരട്ടിയ ശേഷം ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടുകൊന്ന് പൊട്ടി വരണവരേക്കും നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ അച്ചാർ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് കഴിക്കാവുന്നതാണ്. ഇത് 2-3 ദിവസമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു നല്ലൊരു അച്ചാറാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അധികം തീയായിപ്പോയാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി നെടുകെ കീറിയതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലായിട്ട് ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ കറിവേപ്പില അവൈലബിൾ അല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്നും കൂടെ മുരിച്ചെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടുതലെടുത്താലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മൊരിയിച്ചെടുക്കണുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് മൊരിയിച്ചെടുക്കണത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിത് മൊരിയിച്ചെടുക്കണത്. ഇപ്പോൾ ഇത് ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കായം പൊടിച്ചത് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കായത്തിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും നമ്മൾ സിമ്മിൽ തന്നെ വെച്ചാൽ മതി. പൊടികളൊക്കെ ചേർക്കണോണ്ടിട്ട് അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സാധാരണ ടൈപ്പ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണം. എന്നാലേ നന്നായിട്ട് എരിവുണ്ടാവുള്ളൂ. എരിവ് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറക്കാം. അതല്ല നന്നായിട്ട് എരിവ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി കുറച്ച് കൂടുതൽ കൂടെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി ഇട്ടപ്പോഴേക്കും നമുക്ക് എണ്ണ കുറച്ചൊന്ന് വറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുളക് പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണ വരെ നമുക്കിത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൊരിയിച്ചെടുക്കാം.
ഇപ്പോൾ മുളക് പൊടി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതാ കണ്ടില്ലേ, ഇപ്പോൾ മുളക് പൊടി നല്ല ഡാർക്ക് റെഡ് കളറായി വന്നിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി മാറ്റി വെച്ചേക്കണം മാങ്ങ നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മാങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത മുളകെല്ലാം മാങ്ങയിൽ പിടിക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും മുളകൊക്കെ ആവുന്നത് പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി ഫ്ലെയിം ചെറിയ രീതിയിലൊന്ന് കൂട്ടി വയ്ക്കാവുന്നതാണ്, മീഡിയം ഫ്ലെയിമിൽ കൂട്ടി വയ്ക്കാവുന്നതാണ്. മുളക് ആയതുകൊണ്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലായിട്ട് ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ചൊർക്ക ഞാനിപ്പോൾ 1/2 കപ്പ് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത് മാങ്ങയ്ക്ക് പുളി ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ എരിവും ചൊർക്കയിലെ പുളിയൊക്കെ മാങ്ങയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മാങ്ങാച്ചാർ ട്രൈ ചെയ്ത് നോക്കണം, നല്ല കിടിലൻ ടേസ്റ്റിലുള്ള മാങ്ങാച്ചാറാണ്. ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. കൂടുതൽ ഇരിക്കുന്തോറും ഇതിന് ടേസ്റ്റ് കൂടി വരികയുള്ളൂ. ഇത് നമ്മൾ അച്ചാറിട്ട് ഉടനെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അച്ചാറാണ്. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറിയതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ എടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം മുളക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചെറിയ ചൂടിൽ ഇത് ചൊറുക്ക ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ ചൊറുക്കയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എരിവും പുളിയെല്ലാം മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് കുറവായത് കൊണ്ടിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി, അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഈർപ്പമൊന്നുമില്ലാത്ത ഏറ് കിടക്കാത്ത നല്ലൊരു കുപ്പിയിലാക്കി മൂടി വെക്കാവുന്നതാണ്. ഒരുപാട് കാലം വരെ ഇത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.